അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഏതാണ് ആ പ്രോബ്ലം? ഇതല്ലേ, എന്താണ് ഡിവിഷൻ എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞേക്കാം. നമ്മൾ സിമട്രി പറഞ്ഞായിരുന്നു, സിമട്രി ആണ് പറയാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ പറയുന്നത് ഇതാണ്: ആർ ഈസ് ഈക്വൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം. ഈക്വലൻസ് ആണോ എന്ന് പ്രൂഫ് ചെയ്യാനായിരുന്നു. അതിൽ റിഫ്ലക്സീവ് ആണെന്ന് കിട്ടി, സിമട്രി ആണെന്ന് കിട്ടണം. സിമട്രി ആണെന്ന് എങ്ങനെയാ നോക്കുന്നത്? എ ബി എന്ന് പറയുന്ന ഒരു മെമ്പർ ഇസഡിൽ നിന്ന് എ ബി രണ്ട് എലമെന്റ് എടുത്തു. ഇനി എ ഈസ് കോൺഗ്രുവന്റ് ടു ബി മോഡുലോ എം എന്ന് എടുക്കുക. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എ മൈനസ് ബി ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് എം, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ എം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓഫ് എം എന്നാണ്. എ മൈനസ് ബി ഇസ് ഈക്വൽ എം ഇൻറ്റു കെ എന്ന് എഴുതാം. ഇനി നമുക്ക് ബി മൈനസ് എ ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് കിട്ടിയാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ബി മൈനസ് എ ആക്കാൻ വേണ്ടി എന്ത് കിട്ടും? രണ്ടിടത്തും മൈനസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മൈനസ് എ പ്ലസ് ബി ആവും അല്ലെ, ഇസിക്കലു മൈനസ് എം കെ എന്ന് വരും. അതായത് മൈനസ് എ പ്ലസ് ബി ഇസിക്കലു എം ഇൻറ്റു മൈനസ് കെ എന്ന് വരും അല്ലെ. മൈനസ് കെ ഒരു ഇന്റീജർ അല്ലേ. അപ്പൊ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു മൈനസ് കെ എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, ബി മൈനസ് എം മൾട്ടിപ്പിൾ ഓഫ് എം ആണെന്ന് കിട്ടിയില്ലേ. അതിന്റെ അർത്ഥം ബി ഇസ് കോൺഗ്രുവന്റ് ടു എം മോഡുലോ എം എന്നാണ് അതിന്റെ അർത്ഥം. റിലേഷൻ ആറ് സിമട്രി ആണെന്ന് കിട്ടും. ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. For A, B, C belongs to Z. A is congruent to B modulo M and B is congruent to C modulo M ആണ്. നമ്മളിത് പ്രൂഫ് ചെയ്താണ്, അത്ര ഇതായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്പർ തിയറിയിലായിട്ട് ഇത് പ്രൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തേർഡ് മൊഡ്യൂൾ നമ്മൾ ഇത് പ്രൂഫ് ചെയ്താണ്. എ മൈനസ് ബി ഇസ് ഡിവിസിബിൾ ഓഫ് എം, അതുപോലെ ബി മൈനസ് സി ഇസ് ഡിവിസിബിൾ ഓഫ് എം എന്ന് പറഞ്ഞാൽ എ മൈനസ് സി ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് എം, ബി മൈനസ് സി ഇസ് ദ മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എ മൈനസ് ബി ഇസ് ഈക്വൽ എം ഇൻറ്റു സം K1 ആണെങ്കിൽ ബി മൈനസ് സി ഇസ് എം ഇൻറ്റു K2. K1 ഉം K2 ഇന്റീജർ ആണ്. നമുക്ക് എന്താ വേണ്ടത്? AC എന്താണ്? ട്രാൻസിറ്റിവിറ്റി. എ മൈനസ് സി മൾട്ടിപ്പിൾ ഓഫ് എം ആണോ എന്ന് കിട്ടണം. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, എ മൈനസ് ബിയും ബി മൈനസ് സിയും. നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് കൂട്ടി നോക്കാം. എ മൈനസ് ബി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂട്ടി എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി ഇസിക്കൽ ടു എം K1 പ്ലസ് എം K2 എന്ന് കിട്ടും. ഇവിടെ ബിയും ക്യാൻസൽ, മൈനസ് ബിയും പ്ലസ് ബിയും ക്യാൻസൽ. എ മൈനസ് സി ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് K1 പ്ലസ് K2 എന്ന് കിട്ടും, മൾട്ടിപ്പിൾ ഓഫ് എം എന്ന് കിട്ടി അല്ലെ. അതിന്റെ അർത്ഥം എ മൈനസ് സി ഇസ് ദ ഡിവിസിബിൾ ബൈ എം, എ ഈസ് കോൺഗ്രുവന്റ് ടു സി മോഡുലോ എം എന്ന് കിട്ടി അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ആ കോൺഗ്രുവൻസ് മോഡുലോ എം എന്ന് പറയുന്ന റിലേഷൻ ഈക്വലൻസ് ആണ് കിട്ടും. അപ്പൊ ഇതുപോലെ നമുക്ക് ഈക്വലൻസ് ആണെന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ എക്സാമ്പിൾ ഉണ്ട്, ഒരു എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് ഇതൊക്കെ ഹോംവർക്ക് കേട്ടോ, എല്ലാം ചെയ്ത് നോക്കണേ. ഈക്വലൻസ് ക്ലാസ്സസ്. അപ്പൊ ഈക്വലൻസ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈക്വലൻസ് ആയിട്ടുള്ള റിലേഷൻസിന്റെ എല്ലാം കൂടെ, അപ്പൊ എയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളവരെല്ലാം കൂടെ പെറുക്കി വെച്ചാൽ ക്ലാസ് ഓഫ് എ കിട്ടും. ആർ എന്ന് പറയുന്ന ഒരു ഈക്വലൻസ് റിലേഷൻ ആണെന്ന് വിചാരിക്കുക. ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ആർ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ആൻ എലമെന്റ് എ ഓഫ് എ ഈസ് കോൾഡ് ഈക്വലൻസ് ക്ലാസ് ഓഫ് എ. ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ആർ ഈസ് ഡിനോട്ടഡ് ബൈ ഈക്വലൻസ് ക്ലാസ് ഓഫ് എ എന്ന് എഴുതും കേട്ടോ. When only one relation is under the consideration, we can delete the subscript R and write class A for this equation, equivalence class. നോക്കേ, എക്സാമ്പിൾ നോക്കാം. സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്ന ആറ്. ഇവിടെ നോക്കിക്കേ, ഈക്വലൻസ് റിലേഷൻ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എസ് സച്ച് ദാറ്റ് എ ഇസ് റിലേറ്റഡ് ടു എസ്. എസ് എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട് ആറിലുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഈക്വലന്റ് ക്ലാസ്സിനകത്ത് അങ്ങനെയുള്ളവരെ എല്ലാം കൂടെ എടുത്തിടുക ചെയ്യാൻ. അതായത് ഇപ്പൊ ഞാനിപ്പം 1 എന്ന് പറയുന്ന 1ന്റെ ഈക്വലൻസ് ക്ലാസ് എഴുതാൻ പറഞ്ഞാൽ 1ഉമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന എല്ലാ ഓർഡർ പേർ എഴുതും. 1 2 1 3 1 4 1 6 ഇങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ എല്ലാം കൂടെ പിറക്കി ഒരു സെറ്റ് ഉണ്ടാക്കിയാൽ അതാണ് ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ അത് ഈക്വലൻസ് ആയിരിക്കണം, എന്ന് വെച്ചാൽ റിഫ്ലെക്സീവ്, സിമട്രി, ട്രാൻസിറ്റീവ് ഒക്കെ ആയിരിക്കണം. അതിൽ നിന്നും ഒരു സെറ്റ് ഈക്വലന്റ് ക്ലാസ് ഓഫ് 5 എഴുതാൻ പറഞ്ഞാൽ 5 1 5 2 5 3 അങ്ങനെ. ഈക്വലൻസ് ക്ലാസ് ഓഫ് എ എഴുതാൻ പറഞ്ഞാൽ A1 A2 അല്ലെ AB AC AD അങ്ങനെയുള്ളവരെ എല്ലാം കൂടെ പിറക്കി എടുത്തിരുന്നതാണ് ഈക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അത് എയിൽ നിന്ന് പോകുന്ന എല്ലാ ഓർഡേർഡ് പേഴ്സിനെയും നമ്മൾ അതിനകത്ത് എടുത്ത് ഇടും. എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. റിഫ്ലെക്സീവ് ആണെന്നും ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അല്ലെങ്കിൽ ഒന്ന് നോക്കാം. നോക്കിക്കുകയും ഈ എക്സാമ്പിൾ ആണ്. വാട്ട് ആർ ദ ഈക്വലൻസ് ക്ലാസ് ഓഫ് ആൻ ഇന്റീജർ ഫോർ ഈക്വലൻസ് റിലേഷൻ ആർ ഓഫ് സെറ്റ് ഓഫ് ഓൺ ദ സെറ്റ് ഓഫ് ഇന്റീജർ സച്ച് എ റിലേറ്റഡ് ടു ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈക്വൽ ടു ബി ഓർ ബി ഈക്വൽ ടു മൈനസ് എ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഈക്വലൻസ് ക്ലാസ്സസ് ആണ് നമുക്ക് എഴുതേണ്ടത്.
അതിന് മുമ്പ് ഈ റിലേഷൻ ഈക്വലൻസ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ എഴുതണ്ട. പക്ഷെ ഈക്വലൻസ് ആണെന്ന് പ്രൂഫ് ചെയ്തിട്ട് വേണം കേട്ടോ. റിലേഷൻ ഈക്വലൻസ് ആണെന്ന് പ്രൂഫ് ചെയ്തിട്ട് നമ്മളിത് ഈക്വലൻസ് ക്ലാസ് ഉണ്ടാകും. ഈക്വലൻസ് ആണെന്ന് റിഫ്ലെക്സീവ് ആണോ എന്ന് നോക്കാം. എ റിലേറ്റഡ് ടു ബി, എ റിലേറ്റഡ് ടു എ ആണോ നോക്കി. എ റിലേറ്റഡ് ടു എ ആണെങ്കിൽ എ ഈക്വൽ ടു എ, ശരിയല്ലേ? എ ഈക്വൽ ടു എ ആണ് എപ്പോഴും. അപ്പൊ എ റിലേറ്റഡ് ടു എ ആവും, റിഫ്ലെക്സീവ് ആവും. സിമെട്രി ആണോ ചോദിച്ചാൽ എ ഈക്വൽ ടു ബി ഓർ എ ഈക്വൽ ടു മൈനസ് എ. എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ ഈക്വൽ ടു ബി ഓർ എ ഈക്വൽ ടു മൈനസ് ബി എന്നാ, അല്ലെ? അപ്പം എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലും ബി ഈക്വൽ ടു എ തന്നെയാണ്, അല്ലെ? അപ്പം എ ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാലും ബി ഈക്വൽ ടു മൈനസ് എന്ന് പറഞ്ഞാൽ സെയിം. അപ്പൊ അത് സിമെട്രി ആയിരിക്കും, ശരിയല്ലേ? ട്രാൻസിറ്റീവ് ആണോ നോക്കാം. എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു സി ആണ് ഒന്നെടുത്താൽ. എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈക്വൽ ടു ബി ആൻഡ് എ ഈക്വൽ ടു മൈനസ് ബി ആണ്, അല്ലെ? ഡെഫിനിഷൻ ആണ് കേട്ടോ. പിന്നെ ബി ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ബി റിലേറ്റഡ് ടു സി എന്ന് പറഞ്ഞാൽ എന്താ? ബി ഈക്വൽ ടു സി ഓർ ബി ഈക്വൽ ടു മൈനസ് സി. അപ്പോ നമ്മൾ ഇതിൽ നിന്നും ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കി. എ ഈക്വൽ ടു സി ആൻഡ് എ ഈക്വൽ ടു മൈനസ് അല്ല എ ഈക്വൽ ടു സി ഓർ എ ഈക്വൽ ടു മൈനസ് സി എന്ന് കിട്ടുമോ നോക്കാവേ. എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു എന്താണ്? സി ആണ്. അപ്പൊ എ ഈക്വൽ ടു സി കിട്ടും. പിന്നെ എ ഈക്വൽ ടു മൈനസ് ബി ആണ്, അല്ലെ? എ ഈക്വൽ ടു ബി ആണ്. എ ഈക്വൽ ടു ബി ഉണ്ടല്ലോ. എ ഈക്വൽ ടു ബി ആണ്, ബി ഈക്വൽ ടു മൈനസ് സി ആണ്, അല്ലെ? അപ്പൊ എ ഈക്വൽ ടു മൈനസ് സി കിട്ടി. അപ്പൊ നമ്മുടെ റിലേഷൻ എന്താണ്? ഈക്വലൻസ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, ഈക്വലൻസ് ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ക്ലാസ് ഓഫ് എ എഴുതണം. ക്ലാസ് ഓഫ് എ എഴുതാൻ വേണ്ടി എ ഈക്വൽ ടു ക്ലാസ് ഓഫ് എ എഴുതുമ്പം എയുമായിട്ട് ആർക്കാ ബന്ധം? ഇവിടെ നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? എ ഈക്വൽ ടു എ ആയിട്ടുള്ളതും എ ഈക്വൽ ടു മൈനസ് ബി ആയിട്ടുള്ളതും. അപ്പം എ എടുത്താൽ മൈനസ് എയും എയും ആ ക്ലാസ്സിലുള്ളൂ. 7 എടുത്താൽ മൈനസ് 7 7, 5 എടുത്താൽ മൈനസ് 5 5, 0 എടുത്താൽ 0, അല്ലെ? ഈക്വൽ ടു മൈനസ് ബി ആയിട്ടുള്ളവരാണ്, അല്ലെ? ഈക്വൽ ടു എ, ഈക്വൽ ടു എന്ന് പറഞ്ഞ എ, ഈക്വൽ ടു പിന്നെ ആരാണ്? മൈനസ് എ, മൈനസ് ബിയോ അല്ലെ മൈനസ് എ. ഓക്കെ. വാട്ട് ആർ ദി ഈക്വലൻസ് ക്ലാസ്സസ് ഓഫ് 0 1 കോൺജുഗേറ്റ് മോഡുലോ 4? നമ്മൾ എക്സാമ്പിൾ 4.7 കണ്ടുപിടിച്ച അതേ മെത്തേഡിലാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ചെയ്തോണേ. അപ്പം അടുത്തൊരു കേസ് വരുന്നുണ്ട്. അടുത്തത് നോക്കാം. ഇത് സിമ്പിൾ ആണ്, ഒരു തിയറം ആണ് കേട്ടോ. നോക്കാം, ചിലപ്പോ ഇതിപ്പോ ഇവിടുത്തെ ഇതൊന്നും പോയി. തിയറം ആണ്. R can be the equivalence relation on a set A. This statement for elements A and B of A are equivalents related to B, A equal to A, B, A intersection B not equal to 5. Okay, this statement for elements. Okay, let R be the equivalence relation on a set A. This statement for equivalence A and B of A are equivalents. അതായത് ഇതെല്ലാം ഈക്വലൻസ് ആണെന്നാ നമുക്ക് പ്രൂഫ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, 1 2 3 ഇങ്ങനെ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഈക്വലന്റ് ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഓർക്കുക കേട്ടോ. നമ്മൾ മറ്റേതുപോലെ തന്നെ വേറെ രീതിയിലാണ്. എങ്ങനെയാണ്? 1 ഇംപ്ലൈസ് 2. നമ്മൾ ഈക്വലന്റ് ആണെന്ന്, തിയറം ഈക്വലന്റ് ആണെന്ന് എങ്ങനെ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ 1 അസ്യൂം ചെയ്താൽ 2 പ്രൂഫ് ചെയ്യുക, 2 അസ്യൂം ചെയ്താൽ 3 പ്രൂഫ് ചെയ്യുക, 3 അസ്യൂം ചെയ്താൽ 1 പ്രൂഫ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ 1 ഇംപ്ലൈസ് 2 എന്ന് കാണിക്കണം, 2 ഇംപ്ലൈസ് 3 എന്ന് കാണിക്കണം, 3 ഇംപ്ലൈസ് 1 എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് 1 അസ്യൂം ചെയ്ത് 2 പ്രൂഫ് ചെയ്യണം. മനസ്സിലായല്ലോ? 1 എന്താ? എ റിലേറ്റഡ് ടു ബി എന്നാണ്. എന്താ കാണിക്കേണ്ടേ? ക്ലാസ് ഓഫ് എ ഈക്വൽ ടു ക്ലാസ് ഓഫ് ബി എന്ന് കാണിക്കണം. ആർന്ന് പറഞ്ഞ ഈക്വലൻസ് റിലേഷൻ ആണ് എന്ന് തന്നിട്ടുണ്ട്, അല്ലെ? എ റിലേറ്റഡ് ടു ബി എന്ന് പറഞ്ഞാൽ വിൽ പ്രൂവ് എ ഈക്വൽ ടു ബി എന്ന് കാണിക്കണം. അപ്പൊ എ ഈക്വൽ ടു ബി എന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? എ സബ്സെറ്റ് ഓഫ് ബി എന്നും ബി സബ്സെറ്റ് ഓഫ് എ എന്നും കാണിക്കും. ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ബി എന്നും ക്ലാസ് ഓഫ് ബി സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് എ എന്നും കാണിക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ക്ലാസ് ഓഫ് എ സബ്സെറ്റ് ഓഫ് ക്ലാസ് ഓഫ് ബി എന്ന് എടുക്കാൻ വേണ്ടി ക്ലാസ് ഓഫ് എയിലെ ഒരു മെമ്പർ എടുത്തു, സി. ക്ലാസ് ഓഫ് എയിലെ ഒരു മെമ്പർ സി എടുത്താൽ അതിന്റെ അർത്ഥം ആ സി ആരുമായിട്ട് ബന്ധമുണ്ട്? സിക്ക്. ക്ലാസിന്റെ പ്രത്യേകത എന്താ? ക്ലാസ് ഓഫ് എയുടെ പ്രത്യേകത എന്താ? എയുമായിട്ട് ബന്ധമുള്ളവരെ എല്ലാം കൂടെ പിറക്കിയിടുന്ന കേട്ടോ. എയുമായിട്ട് ബന്ധമുള്ളവരെ എല്ലാം കൂടെ പിറക്കിയിടുന്ന സ്ഥലമാണ് ക്ലാസ് ഓഫ് എ. അപ്പൊ സി ക്ലാസ് ഓഫ് എയിലെ മെമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എ റിലേറ്റഡ് ടു സി, ശരിയല്ലേ? അപ്പോ എ റിലേറ്റഡ് ടു സി എന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം ഈക്വലൻസ് ആണ്. കാരണം എന്താ? റിലേഷൻ ഈക്വലൻസ് ആണ്. ഈക്വലൻസ് റിലേഷനാണ് തന്നിരിക്കുന്നത്. എ റിലേറ്റഡ് ടു സി ആണെങ്കിൽ
നമുക്ക് എന്ത് പറയാം? എ റിലേറ്റഡ് ടു ബി ആൻഡ് ആർ ഈസ് സിമ്മട്രി, വി ക്യാൻ ബി റിലേറ്റഡ് ടു എ എന്ന് പറയാം അല്ലെ. അപ്പൊ നോക്കി